നിങ്ങൾ ജീവിച്ചിരിക്കുന്ന ബോഡിയില്ലേ, അതിനെപ്പറ്റി നിങ്ങൾക്കറിയാത്ത കുറച്ച് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നാലോ? വെറും കാര്യങ്ങളല്ല, കേൾക്കുമ്പോൾ കുറച്ച് പേടി, അതേപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ. വെൽക്കം ടു ദി വീഡിയോ. ഫാക്ട് നമ്പർ 1, ടെറാറ്റോമ. ടെറാറ്റോമ എന്ന് പറയുന്നത് നമ്മുടെ മെഡിക്കൽ സയൻസിൽ തന്നെ ഒരു ക്രീപ്പിയസ്റ്റും സ്ട്രേഞ്ചസ്റ്റും ആയിട്ടുള്ള ഒരു ട്യൂമർ എന്ന് വേണമെങ്കിൽ പറയാം. ടെറ എന്നുള്ള വേർഡ് മീൻ ചെയ്യുന്നത് തന്നെ മോൺസ്റ്റർ എന്നാണ്. അപ്പോൾ ഇതിൻ്റെ പേരിൽ നിന്ന് തന്നെ ഈ ട്യൂമറിൻ്റെ സ്വഭാവം ഏറെക്കുറെ മനസ്സിലാവും. നമുക്ക് എത്ര പല്ലുണ്ട്? കേൾക്കുമ്പോൾ സില്ലി ആയിട്ടൊരു ക്വസ്റ്റ്യൻ ആയിട്ടായിരിക്കും തോന്നുന്നത്. പക്ഷേ ടെറാറ്റോമയെ പറ്റി അറിഞ്ഞു കഴിയുമ്പോൾ ഇത് അത്ര സില്ലി അല്ലെന്ന് മനസ്സിലാവും. നമ്മൾ കാണുന്ന പോലെ നമ്മുടെ വായിൽ മാത്രമല്ല പല്ലുള്ളത്. ടെറാറ്റോമ എന്നുള്ള കണ്ടീഷനുള്ള ഒരാളുടെ പല്ലുകളുടെ ലൊക്കേഷൻ ശരിക്കും നമ്മളെ ഭയപ്പെടുത്തും. ഇനി എന്താണ് ഈ ടെറാറ്റോമ? പ്ലൂറിപൊട്ടൻറ്റ് ജെർം സെൽസ് എന്ന് പറയുന്ന സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള സെൽസിൽ നിന്നാണ് ഈ ഒരു ട്യൂമർ ഫോം ചെയ്യുന്നത്. ഈ സെൽസിൻ്റെ പ്രത്യേകത അവർക്ക് ഏത് ഫോമിലോട്ടും മാറാൻ പറ്റും എന്നുള്ളതാണ്. പല ഫോംസിൽ മാറാൻ പറ്റും എന്ന് പറയുമ്പോൾ പല്ലായിട്ടും മുടിയായിട്ടും സ്കിന്നായിട്ടും ബോണായിട്ടും ഒക്കെ ഇവർക്ക് മാറാൻ പറ്റും. സോ ഈ ഒരു സെൽസ് തെറ്റായ സ്ഥലത്ത് തെറ്റായ രീതിയിൽ വളരുവാണെങ്കിൽ ആ ഒരു കണ്ടീഷനെ നമുക്ക് ടെറാറ്റോമ എന്ന് പറയാം. ഈ കണ്ടീഷൻ ജനറലി ഉണ്ടാകുന്നത് ഓവറീസിലും ടെസ്റ്റിസിലും ഒക്കെ ആണെങ്കിലും റയറായിട്ട് ഹേർട്ടിലും ബ്രെയിനിലും ലങ്സിലും ഒക്കെ ഉണ്ടാകാറുണ്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താണെന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഓർഗൻസിലൊക്കെ പല്ലും മുടിയും ഒക്കെ നമുക്ക് വിസിബിൾ ആയിരിക്കും. ന്യൂ ബോൺ ബേബീസിൽ അവരുടെ ടെയിൽ ബോൺ ഏരിയയിലും ഈ ഒരു കണ്ടീഷൻ കണ്ടുവരാറുണ്ട്. എന്ത് തന്നെയായാലും ഇവർ ഇൻറ്റേർണൽ ഓർഗൻസിനെ കുറച്ച് സ്കെയറി ആക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. ബ്രെയിൻ ടെറാറ്റോമയ്ക്ക് ഒരു റിയൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ബ്രെയിനിൽ നിന്നും ഹെയറും ബോൺസും കണ്ടുപിടിച്ച സിറ്റുവേഷൻസ് ഉണ്ട്. ഇനി ഇവർ ഡേഞ്ചറസ് ആണോ അല്ലേ എന്നുള്ള കാര്യം കൂടി നോക്കാം. ചില ട്യൂമേഴ്സ് ഡേഞ്ചറസ് ആവാറുണ്ട്, എസ്പെഷ്യലി ഇമ്മച്വർ ട്യൂമേഴ്സ്. അവർ വളരും തോറും ബോഡിയുടെ മറ്റ് പല പാർട്സിലേക്ക് സ്പ്രെഡ് ആവാനുള്ള ചാൻസ് ഉണ്ട്. അവർക്ക് പെട്ടെന്ന് തന്നെ ട്രീറ്റ്മെൻറ്റ് ആവശ്യമാണ്. പക്ഷേ ചില മെച്വർ ട്യൂമേഴ്സ് സർജിക്കൽ ട്രീറ്റ്മെൻറ്റ് വഴി മാത്രം നമുക്ക് റിമൂവ് ചെയ്ത് കളയാവുന്നതാണ്. ചില റയർ കേസുകൾ മാത്രമാണ് ഇത് ത്രെറ്റനിങ് ആയിട്ട് മാറുന്നത്. പക്ഷേ എന്നിരുന്നാലും ഇതൊരു സ്കെയറി ആയിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. ഫാക്ട് നമ്പർ 2, ലെസർ സൈൻ. മരിച്ചു കഴിഞ്ഞ് നമ്മുടെ ബോഡി മൂവ് ചെയ്യാറുണ്ടോ? ഒബ്വിയസ്ലി നോ, നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ചില കേസുകളിൽ മൂവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മരണം സംഭവിച്ച് തൊട്ടടുത്ത ചില നിമിഷങ്ങളിൽ പല ഡെഡ് ബോഡീസ് മൂവ് ചെയ്തതായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. മൂവ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഡെഡ് ബോഡി ഫുള്ളി മൂവ് ചെയ്യുന്നതെന്നല്ല, മോസ്റ്റ്ലി കൈകളാണ്. പെട്ടെന്ന് കൈകൾ ഉയർത്തുകയോ നെഞ്ചിന് മുകളിൽ അവരെ പ്ലേസ് ചെയ്യുകയോ ചെയ്യുന്നതാണ് ഇതിൻ്റെ സൈൻ. മമ്മിഫൈ ചെയ്ത ബോഡിയിൽ കൈ എങ്ങനെയാണോ പ്ലേസ് ചെയ്തിരിക്കുന്നത് അതിന് സിമിലർ ആയിട്ടായിരിക്കും ഈ കൈയുടെ മൂവ്മെൻറ്റ്. സിറ്റുവേഷൻ ഭയങ്കര റയറാണ്, പക്ഷേ ഒരിക്കലും കണ്ടു കഴിഞ്ഞാൽ ആരായാലും ഒന്ന് പേടിച്ചു. ഗോസ്റ്റാണ്, ആത്മാവാണെന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സിറ്റുവേഷൻ കൂടിയാണ് ഇത്. ശരിക്കും ഇത് റിഫ്ലക്സ് ആക്ഷനാണ്. പക്ഷെ മരിച്ചു കഴിഞ്ഞ് മൂവ് ചെയ്യുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു നോർമൽ അല്ലാത്ത കാര്യമായതുകൊണ്ട് പലരും ഇതിനെ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് ആണെന്ന് കരുതി തെറ്റിദ്ധരിക്കാറുണ്ട്. ചുരുക്കി പറഞ്ഞാൽ കണ്ട ആരും ഒന്ന് പേടിക്കെങ്കിലും ഇവിടെ പേടിക്കാനൊന്നും തന്നെ ഇല്ല. ഇത് സൂപ്പർ നാച്ചുറൽ അല്ലെങ്കിൽ പിന്നെ ഇത് എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളതായിരിക്കും നമ്മുടെ ഡൗട്ട്. ശരിക്കും ഇതൊരു സ്പൈനൽ റിഫ്ലക്സ് ആണ്. നമ്മുടെ സ്പൈനൽ കോഡിന് ഒരു പരിധിവരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയും നമ്മുടെ ബ്രെയിൻ ഇല്ലെങ്കിലും. സോ മരിച്ചു കഴിഞ്ഞാലും സ്പൈനൽ റിഫ്ലക്സസ് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. മരിച്ചതിന് ശേഷവും ചില സ്പൈനൽ റിഫ്ലക്സ് ഇതുപോലെ സംഭവിക്കാറുണ്ട്. അതിൻ്റെ കാരണം ഒന്നുകിൽ എക്സ്റ്റേണൽ പ്രഷറോ ടച്ചോ ഒക്കെ കൊണ്ടായിരിക്കാം. അതല്ലെങ്കിൽ മരണത്തിന് ശേഷം നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന ലാക്ക് ഓഫ് ഓക്സിജൻ കൊണ്ട് സ്പൈനൽ കോഡിൽ ഒരു ഇലക്ട്രിക്കൽ ഇമ്പൾസ് ഉണ്ടാവുകയും അതുവഴി ഒരു റിഫ്ലക്സ് ആക്ഷൻ ഉണ്ടാവുകയും ചെയ്യാറുണ്ട്. ഇതിൻ്റെയൊക്കെ റിസൾട്ടായിട്ടായിരിക്കും ഏതെങ്കിലും ഡെഡ് ബോഡി മൂവ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണുന്നത്. ഇനി മരിച്ചവരിൽ മാത്രമാണ് ഇത് കാണുന്നതെന്ന് വെച്ചാൽ അല്ല. ബ്രെയിൻ ഡെഡ് ആയിട്ടുള്ള പേഷ്യൻസിലും റയർ ആയിട്ടാണെങ്കിലും ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷൻ നടക്കുന്ന ടൈമിലും ഫോറൻസിക് എക്സാമിനേഷൻ നടക്കുന്ന ടൈമിലൊക്കെ ഹ്യൂമൻ ബോഡി ഇങ്ങനെ ഒരു റിഫ്ലക്സ് കാണിക്കാറുണ്ട്. ഫാക്ട് നമ്പർ 3, ബയോലുമിനസൻസ്. ഹ്യൂമൻ ബോഡി ഗ്ലോ ചെയ്യുന്നുണ്ട്. നമ്മുടെ കണ്ണുകൾക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നതിനേക്കാളും 1000 ടൈംസ് വീക്കായിട്ടാണെങ്കിലും നമ്മുടെ ബോഡി ഗ്ലോ ചെയ്യുന്നുണ്ടെന്നാണ് റിസർച്ചുകൾ പറയുന്നത്. ജീവനുള്ളൊരു വസ്തു സ്വന്തമായിട്ട് ലൈറ്റ് എമിറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ബയോലുമിനസൻസ് എന്ന് പറയുന്നത്. ആ ജീവികളുടെ ശരീരത്തിലെ ചില ബയോ കെമിക്കൽ റിയാക്ഷൻസിൻ്റെ റിസൾട്ടായിട്ട് ലൈറ്റ് ഫോം ചെയ്യും. ഈ ലൈറ്റാണ് ഡാർക്കിൽ അവരെ തിളങ്ങാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. സിമിലറായിട്ട് നമ്മുടെ ബോഡിയിലും ഇങ്ങനെ പല റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. പക്ഷെ വീക്കർ ആയതുകൊണ്ട് അതിൽ നിന്ന് എമിറ്റ് ചെയ്യുന്ന ലൈറ്റും വീക്കറായിരിക്കും, നമുക്കത് ഡിറ്റക്ട് ചെയ്യാനും ബുദ്ധിമുട്ടായിരിക്കും. ആൻഡ് നമ്മുടെ ബോഡി യൂണിഫോം ആയിട്ടുള്ള ഗ്ലോ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ ഗ്ലോ നമ്മുടെ ഫേസിലും ഷീക്കിലും ഒക്കെ ആയിരിക്കും. ഗ്ലോ ചെയ്യുന്നത് ഒരു റിതമിക് സ്റ്റൈലിലും കൂടിയാണ്. ഈ റിതം അനുസരിച്ച് നമ്മുടെ ബോഡി ഏറ്റവും കൂടുതൽ ഗ്ലോ ചെയ്യുന്നത് 10 AM-നും 10 PM-നുമാണ്. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ചേഞ്ച് ഉണ്ടാകുന്ന സമയത്ത് ഈ ഗ്ലോയും ചേഞ്ച് ചെയ്യും. അതായത് നമുക്ക് എന്തെങ്കിലും സ്ട്രെസ്സോ അസുഖമോ ഒക്കെ ഉണ്ടാകുമ്പോൾ അതിനനുസരിച്ച് ഈ ഗ്ലോ ചേഞ്ച് ആവും. സോ ഫ്യൂച്ചറിൽ പല അസുഖങ്ങളും ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഗ്ലോ യൂസ് ചെയ്യാം എന്നാണ് റിസർച്ചുകൾ പറയുന്നത്. സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ ഇഷ്ടമുള്ളവരാണോ നിങ്ങൾ? എല്ലാത്തിൻ്റെ പിന്നിലെ സയൻറ്റിഫിക് സൈഡിനെ പറ്റി ചിന്തിക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. യു ആർ ഇൻ ദ റൈറ്റ് പ്ലേസ്.